ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രതേശ് രതേശം ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് സ്വാഗതം. പൊന്നുണ്ണി കണ്ണൻ ഇന്ന് എങ്ങനെയാണെന്ന് ശ്രീലത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ ഗുരുഭവനപുരിയിലേക്ക് പോവാം. പൊന്നുണ്ണിയെ കാണണ്ടേ എന്ന്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും വരിക കേട്ടോ. ആ ഉണ്ണിയെ കാണണ്ടേ? ആ പൊന്നുണ്ണിയെ കാണാനായിട്ട് ഇന്ന് നമുക്ക് ഗുരുഭവനപുരിയിലേക്ക് ശ്രീലകത്തേക്ക് പോവാം. ഇന്ന് വിജയദശമി ദിവസത്തിൽ കുരുന്നുകളായിട്ടുള്ള കുഞ്ഞു മക്കൾ എന്ന അത്യാക്ഷരം കുറിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും ആ ആശംസകൾ അറിയിക്കുകയാണ്. ഓം ഹരിശ്രീ ഗണപതായേ നമഃ എന്ന് നാവിലെഴുതി ആ ഒരു മഹാഭാഗ്യം, മലയാളത്തിൻ്റെ തേൻ നുകരുന്ന ആ ഒരു മഹാഭാഗ്യം കുഞ്ഞുങ്ങൾക്കുണ്ടാവട്ടെ. അതുപോലെ തന്നെ മലയാള ഭാഷ അറിയുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ മലയാളത്തിൻ്റെ മാധുര്യം അറിയാൻ സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്ന് നമ്മളിന്ന് പൊന്നുണ്ണിയെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് പോവാണ് അല്ലേ. എങ്ങനെയാന്ന് പൊന്നുണ്ണി നിൽക്കുന്നത്? നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ കീഴേക്കൂടെ ഇങ്ങനെ മനസ്സുകൊണ്ട് എന്നോടൊപ്പം വരിക കേട്ടോ കണ്ണനെ കാണാനായിട്ടേ. ഹരേ കൃഷ്ണ. അതാ പൊന്നുണ്ണി ഇങ്ങനെ വലത്തേ കയ്യിൽ പൊന്നോടക്കുഴലിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇടത്തേ കൈ അതാ അരയിൽ കുത്തി വെച്ചുകൊണ്ട് ആ പുഞ്ചിരിച്ചുകൊണ്ട് ആ തലയൊക്കെ ചിരിച്ചു പിടിച്ച് ഇങ്ങനെ ചാഞ്ചാടി ആടുന്ന പൊന്നുണ്ണിയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ആ അമ്പിളി പോലുള്ള മുഖം നമുക്കിങ്ങനെ സന്തോഷം തരുന്നു. ആ കണ്ണുകളിലെ പ്രകാശം, ചുണ്ടിലെ പുഞ്ചിരി, എന്ത് ഭംഗിയാലേ. പൊന്നുണ്ണി എങ്ങനെ വാരിയെടുക്കാൻ തോന്നുന്ന ആ ഭാവം നമ്മളെ കാത്തു നിൽക്കുകയാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പൊന്നുണ്ണി. അതാ നമ്മളെ കാണാനായിട്ട് കാത്തു നിൽക്കുന്നു. എല്ലാവർക്കും ആ ശ്രീലകത്തേക്ക് നോക്കാട്ടോ. അവിടെ ആ നെയ്ത്തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ചുറ്റും നെയ്ത്തിരി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രകാശത്തിൽ, ആ ദിവ്യമായ ശോഭയിൽ, ആ തിളങ്ങി നിൽക്കുന്ന ആ ശോഭയിൽ ആ പൊന്നുണ്ണി ഇങ്ങനെ തിളങ്ങി വിളങ്ങി ഇങ്ങനെ ശ്രീലകത്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ കാണാനായിട്ട് എല്ലാവരും ഒന്ന് നോക്കാം. ആ പൊന്നുണ്ണിയെ കാണാം. അങ്ങനെയുള്ള പൊന്നുണ്ണി നെഞ്ചോട് ചേർത്ത് വെച്ച ആ പൊന്നോടക്കുഴൽ ഒന്ന് കാണാം. അത് നമ്മളാണെന്നൊന്ന് സങ്കല്പിക്കുക. പൊന്നുണ്ണി നെഞ്ചോട് ചേർത്ത് വെച്ച ആ പൊന്നോടക്കുഴലുണ്ടല്ലോ, അത് നമ്മളോരോരുത്തരാ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയാവാൻ പൊന്നുണ്ണിയുടെ നെഞ്ഞോട് ചേർത്ത് ഒന്ന് തല ചായ്ക്കാൻ കിട്ടുന്ന ആ മഹാഭാഗ്യം, അതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് പൊന്നുണ്ണി കണ്ണൻ. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത് അല്ലേ. ആ തലയിലുള്ള മയിൽപ്പീലി കാണുന്നുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടമാല വനമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ആ പാദസരം അരമണി, വീതി കൂടി അരമണി ഒക്കെ നല്ല ഭംഗിയിലിട്ടിട്ടുണ്ട്. 2, 3, 4 മാലകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അല്ലേ. നല്ല ഭംഗിയായിട്ട് പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. അതാ കൈകളിലും തോൾവളകളും ഒക്കെയുണ്ട്, കൈവളകളും തോൾവളകളൊക്കെയുണ്ട്. ഗോപീചന്ദനക്കുറി ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ടിട്ടുണ്ട്, സ്വർണത്തിൻ്റെ. അതുപോലെ 2 കൈയിലും നെഞ്ചിലും ഗോപീചന്ദനക്കുറി തൊട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. പുഞ്ചിരിയോടുകൂടി നമ്മളെ ഇങ്ങനെ നോക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ ഇങ്ങനെ ആശീർവദിക്കുകയാണ്. കാരണം ഭഗവാന്റെ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ സ്നേഹത്തിൽ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് നമ്മളെ കാത്തു നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.
ആ പൊന്നുണ്ണിയെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ പൊന്നു പാദങ്ങൾ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് ആ കാൽക്കലൊന്ന് വീഴാൻ സാധിക്കുക, ആ കാലൊന്ന് തൊടാൻ സാധിക്കുക. നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എന്തൊക്കെയുണ്ട് അല്ലേ പറയാനായിട്ട് ഓർത്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. എല്ലാം കണ്ണനിൽ ഏൽപ്പിക്കുകയാണ്, കണ്ണനിൽ അർപ്പിക്കുകയാണ്. കണ്ണനിൽ സർവം അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാം നോക്കാനും നമ്മളെ മുന്നോട്ട് നയിക്കാനും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കണ്ണനല്ലേ, ആ പൊന്നുണ്ണിയല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പൊന്നുണ്ണിയെ എങ്ങനെ കണ്ടുകൊണ്ട് ആ ദിവ്യമായ ഭാവത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാ. ആ കണ്ണുകളെ, ആ പ്രകാശത്തെ എല്ലാം മനസ്സിലേക്ക് ഓരോരുത്തരും മനസ്സിലേക്ക് കൊണ്ടുവരാ. മനസ്സിങ്ങനെ നിറഞ്ഞ് കവിയട്ടെ ആ സ്നേഹത്തെ, ആ കാരുണ്യത്തെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീലകത്തു ഒന്ന് തിരിയാണല്ലേ. അങ്ങനെ ഗണപതി ഭഗവാനെ കാണുന്നു. അങ്ങനെ നമ്മളിങ്ങനെ താന്ന് തൊഴുത് അങ്ങനെ പൊന്നു ഗണപതി ഭഗവാനെ എത്തമിട്ടുകൊണ്ട് ഇങ്ങനെ ഭഗവാനെ കാണുകയാണല്ലേ. അങ്ങനെ അവിടെ നിന്ന് താണ തൊഴുതുകൊണ്ട് അങ്ങനെ ആ ദശാവതാരം കൊത്തിവെച്ച ആ കൽത്തൂണുകളൊക്കെ ഒന്ന് കാണുകയാണ് നമ്മളല്ലേ. അങ്ങനെ യശോദാമ്മ ഇരിക്കുന്ന കാണുന്നുണ്ട്. അവിടെ നിന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ പൊന്നുപാദങ്ങളിൽ ഇങ്ങനെ വന്ന് വീണ താമരപ്പൂവും തുളസിയും തെച്ചിയും നന്ദ്യാർവട്ട പൂക്കളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് പ്രസാദമായി കിട്ടുകയാണ് അല്ലേ. കൂടെ കളഭവും ചന്ദനവും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. വളരെ സന്തോഷത്തോടു കൂടി ആ തുളസിപ്പൂവ് നമ്മളിങ്ങനെ കണ്ണുകളെ ഇങ്ങനെ തൊട്ട് നമസ്കരിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ നാരായണ. അങ്ങനെ അനന്തശായിയായിട്ടുള്ള ആ സശാൽ ഭഗവാനെ, നാരായണനായിട്ടുള്ള സശാൽ പൊന്നു ഭഗവാനെ അവിടെ കിടക്കുന്നത് കാണുന്നു. അനന്തശായിയായിട്ട് കിടക്കുന്ന കാണുന്നു. അവിടെ നെയ്ത്തിരി വിളക്കുകളൊക്കെ ഇങ്ങനെ ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നെയ്ത്തിരിയുടെ ഇങ്ങനെ നെയ്യിൻ്റെ മണം അവിടെയൊക്കെ ഇങ്ങനെ പരന്നിങ്ങനെ ആ കാറ്റിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. കണ്ണനാണ് സർവം, കണ്ണനാണ് എല്ലായിടത്തും. നോക്കുന്നിടത്തൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളെല്ലായിടത്തും ആ ശ്രീലകത്ത് കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ തൊട്ടപ്പുറത്ത് ഇപ്പോഴും പറയാൻ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അവിടെ ഒരു ചുമർ ചിത്രം ഉണ്ട് കേട്ടോ. ശ്രീ ശുഗമഹർഷി പരീക്ഷിത്ത് രാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം അവിടെ ചുമർ ചിത്ര രീതിയിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. പലപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം അത് ഭാഗവതമാണ്. ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീ ശുഗമഹർഷി. ഭാഗവതത്തിൽ അവസാനം ഭഗവാന്റെ ആ സ്വർഗാരോഹണ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഞാനിനിയുള്ളത് ഭാഗവതത്തിലാണ്, എന്നെ ഇനി അവിടെയാണ് കാണാം, ഭാഗവതത്തിൽ ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു കഥയാണ് അവിടെ പരീക്ഷിത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണണം, കണ്ടു തൊഴണം. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിങ്ങനെ നീണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാനെ ഓടി നടന്ന ആ കല്ല് പതിച്ച ആ നിലത്ത് വീണ് കിടന്ന് നമസ്കരിക്കുന്നു. നെഞ്ചോട് ചേർക്കുന്നു. കൈയും കാലും നീർത്തിവെച്ച് ഭഗവാനെ താണു വണങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു, സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നെഞ്ചോട് പറ്റിപ്പിടിച്ച, കാലിൽ പറ്റിപ്പിടിച്ച ആ മണൽത്തരികൾ, കണ്ണനെ ഓടി നടന്ന അവിടെ ആ മണൽത്തരികൾ നമ്മളിലേക്കും വരികയാണ്. ആ ആകർഷണത്തെ ദേവീ ദേവന്മാരെയൊക്കെ കാണാം. അതുപോലെ ആകാശത്തേക്ക് ഒന്ന് നോക്കുക.
അങ്ങനെ മണിക്കിണറൊക്കെ ഒന്ന് കാണാം, ചുമർ ചിത്രങ്ങൾ കാണാം, ശില്പങ്ങളെല്ലാം കാണാം, അവിടെയുള്ള താമരക്കണ്ണനെ കാണാം. എപ്പോഴും പറയുന്ന പോലെ ആ പൊന്നു താമരക്കണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ചിരിച്ചും കൊണ്ടിരിക്കുന്ന പൊന്നു താമരക്കണ്ണനെ കാണാം. അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചാടി വീഴുന്ന ആ പൊന്നുണ്ണിയെ കാണണ്ടേ. ഹരേ കൃഷ്ണ. ഇതൊക്കെയാണ് മഹാഭാഗ്യം, പൊന്നുണ്ണിയെ കാണാനായിട്ട്. അങ്ങനെ നമ്മളോടൊപ്പം കൂടെ നടക്കുന്ന ആ പൊന്നുണ്ണിയെ നമ്മൾ കാണാണ്. കൈ പിടിച്ചിരിക്കുന്നു അല്ലേ, അമ്മ വീഴല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ആ പൊന്നുണ്ണി ഇങ്ങനെ നമ്മളോടൊപ്പം നടക്കുന്നത് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് പൊന്നുണ്ണിയെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൂടെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആ കണ്ണനോടൊപ്പം നമ്മൾ വീണ്ടും കൊടിമരത്തിൻ്റെ കീഴിൽ വരികയാണ്. അതാ നോക്കുന്നു ഒന്നുകൂടെ ശ്രീലകത്തേക്ക്. അവിടെ നെയ്ത്തിരിവട്ടം തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആ വർണ്ണശോഭ, ആ പൊന്നുണ്ണി അതാ ഇങ്ങനെ ചിരിച്ച് തല കുണുക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നമ്മളെ മാത്രം നോക്കിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ ചാഞ്ഞും ചിരിഞ്ഞൊക്കെ നമ്മളെ നോക്കുന്നതായിട്ട് കാണുകയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഈ ദിവ്യ ദർശനം ഇന്ന് എന്നോടൊപ്പം കാണാൻ സാധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അവിടെ എത്തിയ ഗുരുഭവനപുരിയിൽ എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും, വീട്ടിലിരിക്കുന്നവർക്കും സുഖമില്ലാതിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ ശാന്തിയും സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേശ, രാധേശ. ഹരേ നാരായണ, ഹരേ നാരായണ. ഹരി ഓം, ഹരി ഓം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.